ഹലോ ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രത്തിൻ്റെ മനസ്സ് മാറ്റാനൊക്കെ വേദ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ വിക്രമാണെങ്കിലും കുറച്ചൊക്കെ മാറുന്നുണ്ട് കേട്ടോ. വേദ ഭക്ഷണം വിളമ്പി കൊടുക്കുകയും വിക്രം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്കിലാണ് അടുത്ത സംഭവം വരാൻ പോകുന്നത്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വേദയുടെ മനസ്സിലാണെങ്കിൽ മുഴുവൻ വിക്രമാണ് കേട്ടോ. വിക്രത്തിനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ്. വിക്രം മാറും എന്നും വിശ്വസിക്കുകയാണ് വേദ. അതേസമയം വിക്രത്തിനെ വിളിക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രീനിവാസൻ സാറ്. എന്നിട്ട് പറയുന്നുണ്ട് വിക്രത്തിനോട്, ഇത് അച്യുതനാണ്, നമ്മുടെ പാർട്ടിയിലെ ഒരാളാണ്. തൊഴിലാളികളെയൊക്കെ വേണ്ടിയിട്ട് കമ്പനികളിലൊക്കെ എത്തിച്ചു കൊടുക്കുന്ന അച്യുതനായിരുന്നു. അങ്ങനെ ഒരു കമ്പനിയിൽ തൊഴിലാളികളെയൊക്കെ എത്തിച്ചു കൊടുത്തു. ഒരുപാട് ബംഗാളികളെയും അതുപോലെ മലയാളികളെയും ഒക്കെ എത്തിച്ചു കൊടുത്തതാണ്. പക്ഷേ ആ കമ്പനിക്കാർ കോൺട്രാക്റ്റ് അനുസരിച്ചുള്ള പണം കൊടുത്തില്ല. ശനിയാഴ്ച ദിവസം പണം കംപ്ലീറ്റ് കൊടുക്കാമെന്നാണ് പറഞ്ഞത്, അവരുടെ ശമ്പള കുടിശ്ശിക. പക്ഷേ ഇപ്പോൾ അവർ കൊടുക്കുന്നില്ല. 3 മാസമായിട്ട് ശമ്പള കുടിശ്ശിക കൊടുക്കുന്നില്ല. അതുകൊണ്ട് അച്യുതൻ ഒരുപാട് ബുദ്ധിമുട്ടി നിൽക്കുകയാണ് എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ വിക്രം ചോദിക്കുന്നുണ്ട്, അതിന് ഞാനെന്ത് വേണം സാർ? അതാ ഞാൻ വിക്രത്തിനെ വിളിപ്പിച്ചത്. അച്യുതൻ്റെ ഈ പ്രശ്നം നമ്മൾ പരിഹരിച്ചു കൊടുക്കണം. നമ്മുടെ പാർട്ടിക്ക് പൈസ തരുന്നവരെ നമ്മൾ മറക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, 2 പേരാണ് അതിലെ ഓണേഴ്സ്. ഒന്ന് ഒരു മലയാളി അല്ലാത്ത ഒരാൾ, പിന്നെ ഒരു മലയാളിയും കൂടിയാണ് അതിൻ്റെ MD എന്ന് പറയാണ്. ആ മലയാളി MDയെ അറിയും വിക്രം എന്ന് പറയുമ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, അതാരാ സാർ? അത് നീ താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണില്ലേ വേദയുടെ സഹോദരൻ ശ്രീകാന്താണ് അത് കമ്പനിയുടെ MD എന്ന് പറയാണ്. അപ്പോൾ വിക്രം ഇങ്ങനെ ഞെട്ടിതച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, എന്ത് ചെയ്യണമെന്നറിയാതെ. അപ്പം പറയുന്നുണ്ട് ശ്രീനിവാസൻ സാറ്, എറിയാൻ അറിയുന്നവൻ്റെ വടി കിട്ടുമ്പോൾ അതങ്ങ് തരണ്ടേ എന്ന് പറയാണ്. നീ ആ വടി വെച്ച് നന്നായിട്ട് എറിഞ്ഞൊന്ന് കളിക്ക്, നമുക്ക് കാര്യം സാധിക്കാമെന്ന് പറയുക. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അത് സാറേ, ഞാനൊന്നും അവൻ്റെ അടുത്ത് ഒരു കാര്യത്തിനും പോയില്ല. അവനും ഞാനും കൂടെ അല്ലെങ്കിലും ചേരില്ല. അവൻ്റെ പെങ്ങളെ വിവാഹം കഴിച്ചതിന് ഒഴിവാക്കി കൊടുക്കാൻ 15 ലക്ഷം രൂപ എൻ്റെ നേരെ നീട്ടി എറിഞ്ഞവനാ. അത് ഞാൻ അതുപോലെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞു കൊടുത്തതാ. അവരൊന്നുമായിട്ട് ഒരു ബന്ധത്തിനും എനിക്ക് താല്പര്യമില്ല എന്ന് പറയാനാ. അപ്പോൾ ശ്രീനിവാസ സാറ് പറയുന്നുണ്ട്, അതെന്താ നിനക്ക് താല്പര്യമില്ലാത്തത്? നീ താലി കെട്ടിയ പെണ്ണല്ലേ അവളുടെ ആങ്ങളെയല്ലേ ശ്രീകാന്ത്? അപ്പം നിനക്ക് ധൈര്യമായിട്ട് ആ വീട്ടിൽ പോയി സംസാരിക്കാമല്ലോ. നീ പോയി ശ്രീകാന്തിനെ കണ്ട് സംസാരിച്ച് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, സാറേ, അത് മാത്രം നടക്കില്ല. ഞാൻ പോയി അവരോട് സംസാരിച്ച് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കലൊന്നും ഉണ്ടാവില്ല എന്ന് പറയാം. അപ്പോൾ ശ്രീനിവാസ സാറ് പറയണ, നീ അല്ലാതെ പിന്നെ ആർക്കും ഇത് സാധിച്ചെടുക്കാൻ പറ്റില്ല. അല്പമെങ്കിലും ഇത് സാധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിനക്ക് മാത്രമായിരിക്കും. എനിക്കിനി ഒന്നും അറിയണ്ട. എന്തായാലും ശ്രീകാന്താണ് ആ കമ്പനിയുടെ MD. അതുകൊണ്ട് നീ ശ്രീകാന്തിനെ പോയി കണ്ട് സംസാരിച്ച് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ അവൻ്റെ പെങ്ങള് വേദയോട് പറ, അവൾ സംസാരിക്കട്ടെ എന്ന് പറയാണ് കേട്ടോ. അപ്പം ഇതിനൊരു മറുപടി പറയാതെ വിക്രം അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അത് കഴിഞ്ഞ് വിക്രം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, എന്താ ചെയ്യുക ഇനിയിപ്പം? ഇവളോട് പറഞ്ഞാൽ അവളത് ചെയ്യില്ല. പിന്നെ എനിക്ക് അവൻ്റെ ഒന്ന് മുമ്പിൽ പോയി തല കുനിച്ച് ഒസ്റ്റാനിച്ച് നിൽക്കാനൊന്നും പറ്റില്ല. പക്ഷേ എങ്ങനെയെങ്കിലും കാര്യം സാധിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ശ്രീനിവാസ സാറ് തന്നോട് ദേഷ്യപ്പെടും. അത് തന്നെയല്ല, ശ്രീനിവാസ സാർ ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കാൻ തനിക്ക് പറ്റിയേയില്ല. എന്ത് മാർഗം സ്വീകരിച്ചാണേലും ഇത് സാധിച്ചെടുക്കണം. ആ ശ്രീകാന്തിൻ്റെ മുമ്പിൽ അങ്ങനെ തല കുനിക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് വിചാരിക്കണം. അതിനായിട്ട് വിക്രം ഒരു സൂത്രമൊക്കെ കണ്ടെത്തുകയാണ്. വേദയെ കൊണ്ട് തന്നെ പോയി അതിന് പരിഹാരം ഉണ്ടാക്കുക. വിക്രം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കുന്ന പോലെ ഇവളെ കരുവാക്കി അതിനൊരു പരിഹാരം കാണണം എന്ന് വിചാരിക്കണം. അങ്ങനെ വിക്രം രാവിലെ പോകാനായിട്ടൊക്കെ ഇറങ്ങി വരികയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്ത് വിക്രത്തിനൊരു ഐഡിയ ഒന്നാണ്, വേദയും കൊണ്ട് പുറത്തു പോയി അവിടെ കൊണ്ടുപോയി വിലപേശാമെന്ന്. അങ്ങനെ വിക്രം ഒരു കാര്യം പറയാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട്, അതേ, ഇവളെ ഞാൻ കല്യാണം കഴിച്ചല്ലേ, ഇവളെൻ്റെ ഭാര്യയല്ലേ. അപ്പോൾ പിന്നെ വല്ലപ്പോഴൊക്കെ ഒന്ന് പുറത്തു പോയി ചുറ്റുന്നോട് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ വാ, നമുക്കൊന്ന് പുറത്തു പോകാം എന്ന് പറയാണ്. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, എന്താ ഇപ്പം പ്രത്യേകിച്ച് പെട്ടെന്ന്? അല്ല, നമ്മൾ വിവാഹമൊക്കെ കഴിഞ്ഞല്ലേ, ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തു പോയി എന്ന് വെച്ച് ഒരു പ്രശ്നമില്ല പറയാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ കമലവും പറയുന്നുണ്ട്, ശരിയാ, അതുകൊണ്ടൊരു പ്രശ്നമില്ല, അത് നല്ല കാര്യം മോൾ അവൻ്റെ കൂടെ പുറത്തു പോയിക്കോ എന്ന് പറയണം. ഇത് കേൾക്കുമ്പോൾ ശ്രീജയ്ക്കും ഒക്കെ സന്തോഷമാവുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീജയും പറയുന്നുണ്ട്, വേദേ ചെല്ല്, വിക്രം വിളിക്കുന്നതല്ലേ, വല്ലപ്പോഴും അല്ലേ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുള്ളൂ. നിങ്ങളാണെങ്കിൽ പുറത്തൊന്നും പോയിട്ടുമില്ല, ഇന്ന് 2 പേരും കൂടി ഒന്ന് പുറത്തു പോകും എന്ന് പറയുകയാണ്. നന്ദിനി ഇങ്ങനെ വിചാരിക്കുകയാണ്,
ഇവൻ ഇവളെയും കൊണ്ട് പുറത്തു പോകാൻ പോകുന്നു. ഇതിപ്പോൾ എന്താ സംഭവിച്ചത്? എന്തോ ഉടായിപ്പുണ്ടല്ലോ എന്ന് നന്ദിനിക്ക് തോന്നാണ് കേട്ടോ. അപ്പം നന്ദിനി പറയുന്നുണ്ട്, എടാ വിക്രം, ഇവളെയും കൊണ്ട് നീ പുറത്തു പോകാൻ പോവാണോ? ആ അതെ, അതിനെന്താ, നീ വാ വേദേ എന്ന് പറഞ്ഞിട്ട് വേദയുടെ കൈ പിടിച്ച് ബലമായിട്ട് പിടിച്ച് വലിച്ച് വിക്രം കൊണ്ടുപോവാണ് കേട്ടോ. ഇത് കാണുമ്പോൾ നമ്മുടെ കമലത്തിനും അതുപോലെ തന്നെ ശ്രീജയ്ക്കൊക്കെ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ വേദയെ പിടിച്ച് വേദ എന്നാ ശരി എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്ത് പാവം വേദ വലിയ സന്തോഷത്തിലാണ് കേട്ടോ വിക്രത്തിൻ്റെ ഒപ്പം പോകുന്നത്. അങ്ങനെ വിക്രത്തിൻ്റെ കൂടെ ബൈക്കിൽ കയറി പോവാണ്. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, എന്താ വിക്രം, എങ്ങോട്ടാണ് നമ്മൾ പോകുന്നേ? അപ്പോൾ വിക്രം പറയാണ്, അതിപ്പോൾ ഒരു സർപ്രൈസാണ്, നീ വന്നു കഴിയുമ്പോൾ നിനക്ക് കാര്യം മനസ്സിലാവുമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വേദ ചോദിക്കുക, എന്ത് സർപ്രൈസ്, എവിടെയാണെന്ന് പറ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വേദ ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. എന്നാൽ വിക്രത്തിൻ്റെ മനസ്സിൽ വേറൊരു ഐഡിയ ആണ് കേട്ടോ. വേദയെ വെച്ചിട്ട് ശ്രീകാന്തിൻ്റെ അടുത്ത് വില പേശുക എന്നുള്ളതാണ് വിക്രത്തിൻ്റെ ഐഡിയ. അങ്ങനെ വേദയായിട്ട് ആ കമ്പനിയുടെ മുമ്പിൽ എത്തുകയാണ് വിക്രം. എന്നിട്ട് വേദയോട് പറയുന്നുണ്ട്, ദേ നീ ഇവിടെ ഇറങ്ങിക്കേ എന്ന് പറയാണ്. അപ്പോൾ വേദ ചോദിക്കുകയാണ്, നമ്മൾ പുറത്ത് കറങ്ങാൻ വന്നെന്ന് പറഞ്ഞിട്ട് ഈ നടുവെയിലത്ത് ഇവിടെയാണോ എന്നെ നിർത്തുന്നേ? അപ്പോൾ വിക്രം പറയാണ്, അതിനെന്താ, നീ ഇവിടെ നിൽക്ക്, എനിക്കിവിടെ ഒരാളെ കാണാനുണ്ട്, ഞാൻ അയാളെ പോയി ഒന്ന് കണ്ടിട്ട് വരാം, അതുവരെ നീ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു പാവം വേദയെ ആ കമ്പനിയുടെ വെളിയിൽ ഇങ്ങനെ നിർത്തുകയാണ് കേട്ടോ. വേദയാണെങ്കിൽ അവിടെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. വിക്രം പെട്ടെന്ന് ആ കമ്പനിക്കകത്തേക്ക് കയറി പോകുന്നുമുണ്ട്. കമ്പനിക്കകത്ത് ചെല്ലുമ്പോഴേക്കും ശ്രീകാന്തിൻ്റെ റൂമിലേക്കാണ് വിക്രം ചെല്ലുന്നത്. എന്നിട്ട് വിക്രം വരുന്ന കാണുമ്പോഴേക്കും ശ്രീകാന്ത് ചാടി എണീക്കുകയാണ്. എന്താടാ, എന്താ നീ വന്നത് എന്ന് ചോദിക്കുമ്പം വിക്രം പറയാണ്, അവിടെ ഇരിക്ക്, ദേഷ്യപ്പെടാതെ എന്ന് പറഞ്ഞ് വിക്രം അവിടെ കാലുമ്പിൽ കാലൊക്കെ കയറ്റി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അച്യുതന് പൈസ കൊടുക്കാനുള്ള കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ ശ്രീകാന്തിനോട് പറയാണ്, ഇത്രയും തൊഴിലാളികളെ ഇങ്ങനെ തന്നിട്ട് അവർക്കൊന്നും കൂലി കൊടുക്കാതിരിക്കുന്നത് മോശമല്ലേ? നിങ്ങൾ എം ഡി കസേരയിൽ ഇങ്ങനെ സുഖിച്ചിരിക്കുമ്പം അവരൊക്കെ പട്ടിണി കിടക്കുകയല്ലേ? അവരുടെ കൂലി അങ്ങ് കൊടുത്ത് തീർക്ക് സാറേ എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അത് ഞാനാ തീരുമാനിക്കേണ്ടത്, കൂലി കൊടുക്കണോ ശമ്പളം കൊടുക്കണോ എന്നുള്ള കാര്യമൊക്കെ. അത് ചോദിക്കാൻ നീ ആരാടാ? നീ ഇതൊക്കെ നിന്നോട് ആര് പറഞ്ഞു ഇതിൻ്റെ അകത്തോട്ട് കയറി വരാൻ? ഓ, ഒന്ന് അടങ്ങ് പറയട്ടെ. അവർക്ക് കൂലി കിട്ടാത്തത് കൊണ്ട് തൊഴിലാളികളുടെ നേതാക്കളൊക്കെ ദേഷ്യത്തിലാണ്, അവരൊക്കെ സമരത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, അത് ഞാൻ നോക്കിക്കോളാം. നീ ഗുണ്ടാപ്പണിക്ക് വന്നതാണോ? നീ എന്നെ പേടിപ്പിച്ച് കാര്യം കാണാൻ വന്നതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ പറയുകയാണ് വിക്രം, അതെ, പേടിപ്പിച്ച് കാര്യം കാണാൻ വന്നതാ, ഇതിനൊരു പരിഹാരം ഉണ്ടാവണം, ഇല്ലെങ്കിൽ അടുത്ത കാര്യം ഞാൻ നോക്കും എന്ന് പറയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇറങ്ങിപ്പോടാ എൻ്റെ മുമ്പിൽ നിന്ന് എന്ന് പറയുമ്പം വിക്രം പറയാണ്, അവിടെ നിൽക്കേ, നോക്കിക്കേ, നമ്മുടെ കമ്പനിയിൽ, നിങ്ങളുടെ കമ്പനിയിലെ ജോയിൻ ചെയ്തിരിക്കുന്ന വനിതാ തൊഴിലാളികളിലെ നേതാവ് പുറത്ത് വന്ന് നിൽപ്പുണ്ട്. കമ്പനിയുടെ വാതിക്കൽ നിന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ പ്രശ്നം ഉണ്ടാക്കും, അവർ വിചാരിച്ചാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കും. അങ്ങോട്ട് നോക്ക്, പുറത്ത് നിൽപ്പുണ്ട് എന്ന് പറഞ്ഞ് നോക്കുന്നപ്പം ശ്രീകാന്ത് കാണുന്നത് വേദയാണ് കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, കണ്ടോ ആളെ, നിങ്ങളുടെ കമ്പനിയിലെ വനിതാ തൊഴിലാളികളുടെ നേതാവാണത്, പുതിയ നേതാവ്. അതാരാണെന്നറിയാവോ? മിസ് വേദ ശങ്കരനാരായണൻ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഞെട്ടിപ്പോവാണ് ശ്രീകാന്ത്. വേദയാണെ പാവം അവിടെ നിന്ന് വെപ്രാളപ്പെടുന്നു ഒക്കെ ഉണ്ട്. വേദയ്ക്ക് കാര്യമൊന്നും പിടികിട്ടുന്നില്ല. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, ഇവളെ വെച്ചിട്ടാണോ നീ എന്നോട് വില പേശുന്നത്? അതെ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യം സാധിച്ചു തന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, അവൾ അവിടെ കമ്പനിയുടെ വാതിക്കൽ സമരം ചെയ്യും എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രീകാന്ത് പറയാണ്, നീ അവളെയും കൊണ്ട് പോകുന്നുണ്ടോ? എന്താ നിൻ്റെ ഉദ്ദേശം എന്ന് പറയാണ്. എന്നെ നാണം കെടുത്താൻ തന്നെയാണോ എന്നൊക്കെ ശ്രീകാന്ത് ചോദിക്കുമ്പോൾ വിക്രം പറയാണ്, അതെ, കമ്പനിയിലെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി പത്രം നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ എഗ്രിയല്ലേ, കാര്യങ്ങൾക്കൊക്കെ തീരുമാനമായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തിനോട് കാര്യത്തിനൊക്കെ ഒരു തീരുമാനമാക്കിയിട്ട് പോവുകയാണ് കേട്ടോ വിക്രം. അതേസമയം വിക്രം ഇറങ്ങി ചെല്ലുമ്പോൾ പാവം വേദ ആ കമ്പനിയുടെ മുമ്പിൽ പോരി വെയിലത്ത് നിൽക്കുകയാണ്. വിക്രം ഇപ്പം തന്നെയും കൊണ്ടുപോകുമെന്ന് വിചാരിക്കുമ്പം കാര്യം കഴിഞ്ഞ് കഴിയുമ്പം വിക്രം പോവാണ്. വേദയെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. വേദയാണെങ്കിൽ ഏയ് നിൽക്ക് ഞാനും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വിക്രം അത് കേട്ട ഭാവം വയ്ക്കാതെ വിക്രം അങ്ങ് പോവാണ്. വേദഭാവം അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതേസമയം ശ്രീകാന്ത് ഇറങ്ങി വരുന്നുണ്ട്. ശ്രീകാന്ത് ഇറങ്ങി വന്നിട്ട് വേദയോട് ചോദിക്കുകയാണ്, നിനക്ക് നാണമില്ലേടി? നീ അവന് കൂട്ടുനിന്ന് ഇവിടെ വന്ന് എന്നെ നാണം കെടുത്താൻ. അപ്പം വേദ കാര്യമൊന്നും അറിയുന്നില്ല. വേദ ചോദിക്കുക, എന്താ ഏട്ടാ അത്, എന്താണെന്ന് നിനക്കറിയില്ല? നീയും അവനും കൂടെ ഒത്തു കളിക്കല്ലായിരുന്നോ? നീ ഇവിടെ വന്ന് സമരം ചെയ്യുമെന്ന് പറഞ്ഞു കമ്പനിയുടെ മുമ്പിൽ.
എന്നെ ഈ അച്ഛനെ നാണം കെടുത്താൻ വേണ്ടി തന്നെയാണല്ലേ ഇത്രയും നാണക്കേടൊന്നും ഉണ്ടാക്കിയത് പോരെ നിനക്കല്ലേ എന്നൊക്കെ ശ്രീകാന്ത് ചോദിക്കുകയാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് വേദയോട്. വേദയ്ക്ക് അപ്പോഴാണ് കാര്യം മനസ്സിലായത്. വിക്രം തന്നെ പറ്റിക്കുകയായിരുന്നെന്നും കരുവാക്കുമായിരുന്നെന്നും ഒക്കെ മനസ്സിലാക്കുന്ന വേദ കരഞ്ഞുകൊണ്ട് ഓട്ടോറിക്ഷയിൽ കയറി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും കമലമ്മയെ കാണുകയാണ്. കമലമ്മയുടെ അടുത്ത് പൊട്ടിക്കരയാണ് വേദ. എന്നിട്ട് പറയുന്നുണ്ട്, വിക്രം തന്നെ ചതിക്കുകയായിരുന്നു, ഇങ്ങനൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല അമ്മയെന്ന് പറയുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കില്ലേ. അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്